ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ടാകും, ഞാൻ എഴുതിയിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടാകും, അവൻ നാളെ വന്നിട്ടുണ്ടാകും, ഞങ്ങൾ ഈ ജോലി നാളെ തീർത്തിട്ടുണ്ടാകും, തീർത്തിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും. അങ്ങനെ മലയാളത്തിൽ പറയില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് നാം ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇതിനെയാണ് ഇംഗ്ലീഷിലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇതിങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുള്ളത് പറയുന്നത്. ഭാഷ പഠിക്കാൻ വേണ്ടി ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ വിൽ ഹാവ് എന്ന് വയ്ക്കും. ഏതാണ് വയ്ക്കുക? വിൽ ഹാവ്. അതിന്റെ കൂടെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന എഴുതിയിട്ടുണ്ടാകും എന്നത് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വിൽ ഹാവ് എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനും പ്രത്യേകിച്ച് അർത്ഥമില്ല. ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ പറയുന്ന വന്നിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, ഇങ്ങനെ ഇംഗ്ലീഷില് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷില് വിൽ ഹാവ് റിട്ടൺ 3 വാക്കുകളുണ്ട് വെർബില്, ആ ക്രിയയില്. മലയാളത്തിൽ നമ്മൾ പറയുന്ന എഴുതിയിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും, ഇത് ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടി 3 വാക്കുകൾ പറയണം. വിൽ ഹാവ് റിട്ടൺ. ഇവിടെയും പറയുകയാണ്, വില്ലിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, റിട്ടേണിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിൽ ഹാവ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്, അതാണ് എഴുതിയിട്ടുണ്ടാകും എന്നുള്ള അർത്ഥം. ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, എഴുതിയിട്ടുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും, ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഇതുപോലുള്ള ഉപയോഗം നമുക്ക് വീണ്ടും മലയാളത്തിൽ വരും, പക്ഷെ വേറെ സന്ദർഭത്തിലായിരിക്കുള്ളൂ. അത് പിന്നീട് ക്ലാസ്സിൽ ആ സമയത്ത് കാണാം. പക്ഷെ അത് മനസ്സിൽ വെച്ചേക്കുക. ഇതേ വാക്ക് തന്നെ മറ്റൊരർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയും മലയാളത്തിൽ ഉപയോഗിക്കും. അത് നമുക്ക് പിന്നീട് കാണാം. ഇന്ന് കാണുന്നത് ഇതാണ്, ഐ വിൽ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടാകും. ഇവിടെ സിംഗുലറിനും പ്ലൂറലിനും എല്ലാറ്റിനും ഒരേ കാര്യം തന്നെ, വിൽ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുക. ഐ, വി, യു, ഹി, ഷീ, ദേ, ഇതെല്ലാറ്റിനും വിൽ ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കുക. സിംഗുലർ പ്ലൂറൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ഇവിടെ നമുക്ക് ഷാൽ ഹാവ് ഉപയോഗിക്കാം. ഷാൽ ഹാവ് ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഉപയോഗിക്കാം. ഷാൽ ഹാവ്, ഐ ഷാൽ ഹാവ് റിട്ടൺ എന്ന് പറയാം. പക്ഷെ നമ്മൾ വിൽ ഹാവ് വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെയും നോക്കുക, ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാ. റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്. ഇവിടെ റിട്ടൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂട്ടിച്ചേർത്തുണ്ട്, എ സ്റ്റോറി ബൈ ഈവനിങ്. ബൈ, ബി വൈ ആണ്, ബി വൈ, ബി യു വൈ വാങ്ങിക്കുക, അത് വേറെ വെർബാ. ഇവിടെ ബൈ എന്നുള്ള വാക്ക്, ഇതിന്റെ ഉപയോഗം പിന്നീട് നമ്മൾ വിശദമായിട്ട് കാണും. ഇപ്പോൾ മനസ്സിലാക്കുക, ബൈ ഈവനിങ്. ബൈ ഈവനിങ് എന്ന് വെച്ചാല് വൈകുന്നേരമോടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ, ആ രീതിയിൽ നമ്മൾ പറയും. ബൈ ടുമാറോ എന്ന് വെച്ചാൽ നാളെയോടെ. ബിഫോർ 8 എന്ന് വെച്ചാൽ 8-ന് മുൻപ്. ബിഫോർ 8 o'clock എന്ന് വെച്ചാൽ 8 മണിക്ക് മുൻപ് എന്നായിരിക്കും. നമുക്കതെല്ലാം പിന്നീട് കാണാം. ബൈ ഫ്രൈഡേ എന്ന് വെച്ചാൽ ബൈ ഫ്രൈഡേ വെള്ളിയാഴ്ചയോടെ. ബൈ മൺഡേ തിങ്കളാഴ്ചയോടെ. ബൈ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷമോടെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് ഇംഗ്ലീഷിൽ ബൈ നെക്സ്റ്റ് ഇയർ. ബൈ മാർച്ച്, മാർച്ചോടെ, മാർച്ച് മാസത്തോടെ അല്ലെ, മാർച്ചോടെ. അങ്ങനെ മലയാളത്തിൽ പറയുന്നതാണ് ഇംഗ്ലീഷിൽ ബൈ മാർച്ച്. ബൈ ജൂൺ, ജൂണോടെ. ബൈ ഡിസംബർ, ഡിസംബറോടെ. ആ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇംഗ്ലീഷിൽ ബൈ വെച്ച് പറയുക. ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കും. കാരണം ഇങ്ങനെ പറയുന്നത്, ഞാൻ എഴുതിയിട്ടുണ്ടാകും, അതിന്റെ അർത്ഥം കുറെ കൂടി വ്യക്തമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ വയ്ക്കണം നിർബന്ധമില്ല, നിങ്ങൾ അല്ലാതെ പ്രാക്ടീസ് ചെയ്താലും മതി. നമുക്കപ്പോ തുടങ്ങാം. I will have written a story by evening. I will have written, ഞാൻ എഴുതിയിട്ടുണ്ടാകും, a story, ഒരു കഥ, by evening, വൈകുന്നേരമോടെ. അതായത് ഇപ്പൊ തീർത്തിട്ടില്ല, വൈകുന്നേരത്തോടെ ഞാൻ ആ കഥ എഴുതിയിട്ടുണ്ടാവും, അതായത് തീർത്തിട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ്.
I will have written. ഇത് പ്രാക്ടീസ് ചെയ്യണം. I will have written a story by evening. I will have written a story by evening. വൈകുന്നേരമോടെ ഒരു കഥ ഞാൻ തീർത്തിട്ടുണ്ടാകും. I will have finished this book by tomorrow. I will have finished this book by tomorrow. നാളെയോടെ അല്ലെങ്കിൽ നാളത്തോടെ, ഓരോ സ്ഥലത്തെയും ഉപയോഗം പോലെ ഇരിക്കും. നാളെയോടെ ഞാൻ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും. I will have finished this book by tomorrow. നാളെയോടെ ഞാൻ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ നാളെയോടെ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകം നാളെയോടെ തീർത്തിട്ടുണ്ടാകും. അങ്ങനെ തിരിച്ചൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം, പക്ഷെ ഇംഗ്ലീഷിലെ പരിമിതികളുണ്ട്. I will have cooked dinner before 8. I will have cooked dinner before 8. 8-ന് മുൻപ് ഞാൻ ഡിന്നർ പാചകം ചെയ്തിട്ടുണ്ടാകും, കുക്ക് ചെയ്തിട്ടുണ്ടാകും. I will have cooked dinner before 8. 8-ന് മുൻപ് ഞാൻ ഡിന്നർ പാചകം ചെയ്തിട്ടുണ്ടാകും. ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ പാചകം ചെയ്തിട്ടില്ല, 8-ന് മുൻപ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഭാവിയിൽ പൂർത്തീകരിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതിന്റെ അർത്ഥം പിടികിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വാചകം ഉണ്ടാക്കാൻ പറ്റും. I will have designed the website by Friday. I will have designed, ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ ചെയ്തിട്ടില്ല. I will have designed the website by Friday. വെള്ളിയാഴ്ചയോടെ ഞാൻ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. I will have built the new school by next year. അടുത്ത വർഷമോടെ പുതിയ സ്കൂള് ഞാൻ പണിതിട്ടുണ്ടാകും. I will have built the new school by next year. അടുത്ത വർഷമോടെ പുതിയ സ്കൂള് ഞാൻ പണിതിട്ടുണ്ടാകും. ഇപ്പൊ തീർന്നിട്ടില്ല, അടുത്ത വർഷത്തോടെ തീർന്നിട്ടുണ്ടാകും. അർത്ഥത്തിലാണ്, അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണേ. I will have solved the problem by March. I will have solved. സോൾവ് എന്ന് വെച്ചാൽ പരിഹരിക്കുക. സോൾവ്, സോൾവ്ഡ്, സോൾവ്ഡ്. I will have solved, ഞാൻ പരിഹരിച്ചിട്ടുണ്ടാകും. എന്താ? The problem, ആ പ്രശ്നം. By March, ഇപ്പോൾ പരിഹരിച്ചിട്ടില്ല. I will have solved. I will have solved the problem by March. മാർച്ചോടെ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും. ആ പ്രശ്നം മാർച്ചോടെ ഞാൻ പരിഹരിച്ചിട്ടുണ്ടാകും. I will have solved the problem by March. ഓക്കെ, ഈ രീതിയിൽ അർത്ഥം മനസ്സിലാക്കാൻ ആദ്യം ശ്രദ്ധിക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. അർത്ഥം മനസ്സിലായാൽ പ്രാക്ടീസ് വളരെ എളുപ്പമാണ്. ഓക്കെ, നീ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ യുവിലേക്ക് പോവുകയാണ്. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ നിന്ന് എല്ലാറ്റിനും ഇംഗ്ലീഷിലെ യു ആർ. You will have written a story by evening. You will have written a story by evening. നീ ഒരു കഥ വൈകുന്നേരമോടെ എഴുതിയിട്ടുണ്ടാകും. You will have finished this book by tomorrow. You will have finished this book by tomorrow. നാളത്തോടെ അല്ലെങ്കിൽ നാളെയോടെ നീ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും. You will have cooked dinner before 8. You will have cooked dinner before 8. 8-ന് മുൻപ് നീ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും. You will have designed the website by Friday. You will have designed the website by Friday. നീ വെബ്സൈറ്റ് വെള്ളിയാഴ്ചയോടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. വെബ്സൈറ്റ് വെള്ളിയാഴ്ചയോടെ നീ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ പറയാം, പക്ഷെ അർത്ഥം മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. You will have built the new school by next year. You will have built, നീ പണിതിട്ടുണ്ടാകും. The new school by next year. അടുത്ത വർഷമോടെ പുതിയ സ്കൂള് നീ പണിതിട്ടുണ്ടാകും. You will have built the new school by next year. You will have solved the problem by March. മാർച്ചോടെ ആ പ്രശ്നം നീ പരിഹരിച്ചിട്ടുണ്ടാകും. നീ ആ പ്രശ്നം മാർച്ചോടെ പരിഹരിച്ചിട്ടുണ്ടാകും. You will have solved the problem by March. ഓക്കെ, ഇനി അടുത്തത് ഹി. സിംഗുലർ ആണ്. അവൻ, അയാൾ, അദ്ദേഹം, എല്ലാത്തിനും ഹി എന്നുള്ളതാണ്. ഇതിനും will have എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, he will have written a story by evening. He will have written a story by evening. വൈകുന്നേരമോടെ അവനൊരു കഥ എഴുതിയിട്ടുണ്ടാകും. He will have finished this book by tomorrow. നാളത്തോടെ അല്ലെങ്കിൽ നാളെയോടെ അവൻ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും, ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. He will have cooked dinner before 8.
He will have cooked dinner before 8. 8-ന് മുൻപ് അയാൾ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും. He will have designed the website by Friday. He will have designed the website by Friday. വെള്ളിയാഴ്ചയോടെ അവൻ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. He will have built the new school by next year. അടുത്ത വർഷമോടെ അവൻ പുതിയ സ്കൂള് പണിതിട്ടുണ്ടാകും. He will have solved the problem by March. He will have solved the problem by March. മാർച്ചോടെ അവൻ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ ആ പ്രശ്നം മാർച്ചോടെ പരിഹരിച്ചിട്ടുണ്ടാകും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ഷീ, അവൾ. She will have written a story by evening. അവൾ ഒരു കഥ വൈകുന്നേരമോടെ എഴുതിയിട്ടുണ്ടാകും. She will have finished this book by tomorrow. നാളത്തോടെ അവൾ ഈ പുസ്തകം തീർത്തിട്ടുണ്ടാകും. She will have cooked dinner before 8. 8-ന് മുൻപ് അവൾ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും. She will have designed the website by Friday. She will have designed the website by Friday. വെള്ളിയാഴ്ചയോടെ അവൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. She will have built the new school by next year. പുതിയ സ്കൂള് അടുത്ത വർഷമോടെ അവൾ പണിതിട്ടുണ്ടാകും. She will have solved the problem by March. She will have solved the problem by March. മാർച്ചോടെ അവൾ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും. ഇത് അവർ അല്ലെങ്കിൽ ഇവർ പ്ലൂരലാണ്. പ്ലൂരലും will have എന്ന് ഉപയോഗിക്കുക. They will have written a story by evening. അവർ ഒരു കഥ വൈകുന്നേരമോടെ എഴുതിയിട്ടുണ്ടാകും. They will have finished this book by tomorrow. അവർ ഈ പുസ്തകം നാളത്തോടെ തീർത്തിട്ടുണ്ടാകും. They will have cooked dinner before 8. 8-ന് മുൻപ് before 8. 8-ന് മുൻപ് അവർ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും. They will have designed the website by Friday. They will have designed the website by Friday. വെള്ളിയാഴ്ചയോടെ അവർ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. They will have built the new school by next year. പുതിയ സ്കൂള് അവർ അടുത്ത വർഷമോടെ പണിതിട്ടുണ്ടാകും. They will have solved the problem by March. മാർച്ചോടെ അവർ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എഴുതിയിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും, പരിഹരിച്ചിട്ടുണ്ടാകും. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക, അതാണ് കാണുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒടുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാചകമാണ് ഇന്ന് കണ്ടത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിക്കാവൂ. ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർക്കാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹി വിൽ ഹാവ് കം, അവൻ വന്നിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ഗോൺ, അവൾ പോയിട്ടുണ്ടാകും. ആ രീതിയിലും പ്രാക്ടീസ് ചെയ്യാം. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് ഈ 4 ഫോം പഠിക്കണം. അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. വളരെ എളുപ്പമാണ് ഇത്. അറിഞ്ഞിരുന്നാൽ നമുക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്.
ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 9ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പൊ 4 ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം നമ്മൾ കണ്ടതുപോലെ ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഉച്ചാരണവും അതിന്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരെണ്ണം പ്ലൂറലാണ്, ഒന്ന് സിംഗുലർ. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറല്, രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഡിഗ്, ഡഗ്, ഡഗ്, സ്റ്റിക്ക്, സ്റ്റക്ക്, സ്റ്റക്ക്, സ്പിൻ, സ്പൺ, സ്പൺ, sting, stung, stung, cling, clang, clang, fling, flang, flang, sling, slang, slang. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇവയില് പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും അല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. വ്യത്യാസമുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുള്ള വെർബുകളൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. നമുക്ക് കാണാം. ആഡ്, ആഡഡ്, ആഡഡ്, അഡ്മയർ, അഡ്മയർഡ്, അഡ്മയർഡ്, apologize, apologized, apologized, bathe, bathed, bathed, care, cared, cared, clear, cleared, cleared, compare, compared, compared, connect, connected, connected, deliver, delivered, delivered, drag, dragged, dragged, fill, filled, filled,
hang, hanged, hanged, heal, healed, healed, injure, injured, injured, judge, judged, judged, murder, murdered, murdered, like, liked, liked, memorize, memorized, memorized, look, looked, looked, measure, measured, measured, plan, planned, planned, notice, noticed, noticed. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുലറിലെ സ്പെല്ലിംഗിൽ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ ഡബിൾ ആകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം, ഈ വാക്കുകളും പഠിക്കണം, അർത്ഥം പഠിക്കുക. ഓക്കെ.